കേരളം വിധിയെഴുതുമ്പോൾ മുന്നണികളും നേതാക്കളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പവുമാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 നേടിയതിനേക്കാൾ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷ പങ്കുവച്ചു. UDF അനുകൂല തരംഗമാണ് സംസ്ഥാനത്തേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു. ഫലം വരുന്നതോടെ BJP നിർണായക ശക്തിയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. രാവിലെ തന്നെ പ്രമുഖ നേതാക്കളെല്ലാം വോട്ടവകാശം വിനിയോഗിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ RC അമല സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്തതിനു ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. ജനങ്ങളുടെ കണ്ണിലെ തിളക്കം നേരിട്ട് അനുഭവിച്ചതാണെന്നും വർഗീയ പ്രചാരണം കൊണ്ടൊന്നും അതില്ലാതാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി. എല്ലാ വിഭാഗവും നല്ല ഉണർവോടെ ഉന്മേഷത്തോടെ LDFനോടൊപ്പം അണിനിരക്കുന്നതാണ്. പ്രത്യേകിച്ച് ആരെയാണോ ഇത്തരം ആളുകൾ ലക്ഷ്യമിടുന്നത് അത്തരം ആളുകളുടെ കണ്ണിലെ തിളക്കം, മുഖത്തെ പ്രസന്നത, ഇതെല്ലാം നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ റോഡിലെ DE ഓഫീസിലെ ബൂത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൊറാഴ സെൻട്രൽ UP സ്കൂളിലും വോട്ട് ചെയ്തു. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് വർദ്ധിച്ച ജനപിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരും. ഇന്ത്യയിൽ ആകെയുള്ള ഒരിടതുപക്ഷ ബദൽ എന്ന കേരളത്തിലെ LDFന്റെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 100-ലധികം സീറ്റ് നേടുമെന്നായിരുന്നു UDF നേതാക്കളുടെ എല്ലാം പ്രതികരണം. ഭരണമുറപ്പെന്നും കഷ്ടിച്ച് ഭൂരിപക്ഷം നൽകിയ സർവേകൾ പോലും ഇപ്പോൾ വലിയ ഭൂരിപക്ഷം ഉറപ്പു പറയുന്നതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പറവൂരിലെ കേസരി മെമ്മോറിയൽ കോളേജിലെ ബൂത്തിലായിരുന്നു VD സതീശന് വോട്ട്. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെൻ്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. AK ആന്റണി ജഗതി സ്കൂളിലെ ബൂത്തിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ തിരുവമ്പാടിയിലും രമേശ് ചെന്നിത്തല മണ്ണാറശാല സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. തരംഗമായിരിക്കും, UDFന് അനുകൂലമായിട്ടുള്ള തരംഗമായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങളെ 10 വർഷക്കാലം കബളിപ്പിച്ചവർക്ക് ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? BJP ഏതായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അപ്പോൾ ജനങ്ങൾ UDFനോടൊപ്പമാണ്. കറുപ്പ് വസ്ത്രം ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാനെത്തിയത്. ഉമ്മൻചാണ്ടിയെ മരണശേഷവും വേട്ടയാടിയെന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കറുപ്പ് വസ്ത്രമണിഞ്ഞതെന്നും ചാണ്ടി പ്രതികരിച്ചു. NDAക്ക് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് BJP നേതാക്കൾ പങ്കുവച്ചത്. LDFനും UDFനും വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകില്ലെന്ന് തിരുവനന്തപുരം ജവഹർ നഗർ LPSലെ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ന് 140 മണ്ഡലങ്ങൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾ, BJP NDA സ്ഥാനാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് വിഷസും പാർട്ടീൻ്റെ ബെസ്റ്റ് വിഷസ് കൊടുക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്ന ഒരു അവസരം, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരു അവസരം അസംബ്ലിയിൽ പോയി ബഹളം ചെയ്യാനല്ല, കമ്പ്യൂട്ടർ തകർക്കാനല്ല, സ്പീക്കറിന് ടേബിളിൽ പോയി ഭരണാട്യം ചെയ്യാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സർപ്രൈസുകൾ സംഭവിക്കുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. സർപ്രൈസസ് ഉണ്ടാവും. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ സമീപനത്തിലൂടെ അവരുടെ മാറ്റങ്ങൾ അവരുടെ വോട്ടിൽ രജിസ്റ്റർ ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉള്ളൂർ കൊട്ടാരം ബൂത്തിലും MT രമേശ് കോഴിക്കോട് നോർത്തിലെ 44-ാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ ഒരു 3-ാം ബദൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. 2 മുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനാഭിപ്രായത്തെയും ജനവികാരത്തെയും ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.